റമദാൻ സമയത്ത് ശാരീരികവും മാനസികവും ആത്മീയവുമായ ഒരുപാട് നേട്ടങ്ങൾ റമദാൻ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ശ്രദ്ധ ആവശ്യമായൊരു സമയം കൂടെയാണ് ഇത്. കാരണം ആ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. റമദാൻ സമയം, അതായത് നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് ഭക്ഷണങ്ങൾ, അമിതമായി ഭക്ഷണം കഴിക്കുന്നൊരു ശീലവും ഒരുപാട് പലഹാരങ്ങളും വറുത്തതും പൊരിച്ചതും ഇതെല്ലാം കഴിച്ച് നമ്മുടെ ശരീരത്തിനെ ഓവർ ബേർഡൻ ആക്കുന്ന അവസ്ഥയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് റമദാൻ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഞാനിവിടെ പറയുന്നത്. നമ്മൾ രാവിലെ അത്താഴത്തിന് അവിടെ മുതൽ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അത്താഴ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് നന്നായിട്ട് പ്രോട്ടീൻ കിട്ടുന്ന ഭക്ഷണങ്ങൾ, പ്രോട്ടീൻ, ഫൈബർ, അത് നേന്ത്രപ്പഴം, പിന്നെ മുട്ട, ഇതുപോലുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ടൈപ്പ് ഭക്ഷണങ്ങൾ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് വെള്ളം, നല്ല ചൂടാണ്, അപ്പോൾ നന്നായിട്ട് വെള്ളം 3 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം നമുക്ക് കുടിക്കാൻ പറ്റണം 2 സമയങ്ങളിലായിട്ട്. അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. പിന്നെ അത്താഴം കഴിക്കുമ്പോൾ ചില ആളുകളിൽ ഒരു ഹാബിറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, രാത്രി കിടക്കുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുക. അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല. അത്താഴം ആ ഒരു സുബി പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമവും. അതാണ് നമുക്ക് കൂടുതൽ ആ ഒരു ഡേ മുഴുവൻ എനർജി ആയിട്ട് നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നത്. നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് കാണാം എല്ലാ സ്ഥലങ്ങളും ഒരുപാട് പലഹാരങ്ങൾ നിറച്ച് വെച്ചിട്ടുണ്ടാവും. നമ്മളെല്ലാം ആ സമയത്ത് ആ ഒരു വിശന്നിരിക്കുന്ന സമയത്ത് അത് കഴിക്കാൻ നമുക്കൊക്കെ വല്ലാത്തൊരു ആർത്തിയും കാണാറുണ്ട്. പക്ഷേ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാൻ നമ്മൾ നോക്കണം. എന്നാൽ നമുക്ക് ഓൾറെഡി ഇല്ല, പല ആളുകളിലും ഷുഗർ, പ്രഷർ, അതുപോലെ കൊളസ്ട്രോൾ, ഒബിസിറ്റി, ഒരുപാട് ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ട്. അതെല്ലാം ഒരു പരിധിവരെ നോമ്പ് കഴിയുമ്പോഴേക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റാറുണ്ട്. അല്ലെങ്കിൽ വ്രതം അനുഷ്ഠിക്കുന്ന സമയങ്ങളിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊരു ആത്മീയ ചൈതന്യം കൈവരിക്കുന്നതിന് കൂടെ തന്നെ നമുക്കുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മാറ്റി, നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറ്റി നമുക്ക് എങ്ങനെ കൂടുതൽ ആരോഗ്യവാനായ റമദാന് ശേഷം മുമ്പോട്ട് പോകാമെന്ന്, നമുക്ക് അതിനെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുമാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ റമദാൻ സമയത്ത് ശാരീരികവും മാനസികവും ആത്മീയവുമായ ഒരുപാട് നേട്ടങ്ങൾ റമദാൻ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ശ്രദ്ധ ആവശ്യമായൊരു സമയം കൂടെയാണ് ഇത്. കാരണം ആ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. റമദാൻ സമയം, അതായത് നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് ഭക്ഷണങ്ങൾ, അമിതമായി ഭക്ഷണം കഴിക്കുന്നൊരു ശീലവും ഒരുപാട് പലഹാരങ്ങളും വറുത്തതും പൊരിച്ചതും ഇതെല്ലാം കഴിച്ച് നമ്മുടെ ശരീരത്തിനെ ഓവർ ബേർഡൻ ആക്കുന്ന അവസ്ഥയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് റമദാൻ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഞാനിവിടെ പറയുന്നത്. നമ്മൾ രാവിലെ അത്താഴത്തിന് അവിടെ മുതൽ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അത്താഴ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് നന്നായിട്ട് പ്രോട്ടീൻ കിട്ടുന്ന ഭക്ഷണങ്ങൾ, പ്രോട്ടീൻ, ഫൈബർ, അത് നേന്ത്രപ്പഴം, പിന്നെ മുട്ട, ഇതുപോലുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ടൈപ്പ് ഭക്ഷണങ്ങൾ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് വെള്ളം, നല്ല ചൂടാണ്, അപ്പോൾ നന്നായിട്ട് വെള്ളം 3 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം നമുക്ക് കുടിക്കാൻ പറ്റണം 2 സമയങ്ങളിലായിട്ട്. അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. പിന്നെ അത്താഴം കഴിക്കുമ്പോൾ ചില ആളുകളിൽ ഒരു ഹാബിറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, രാത്രി കിടക്കുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുക. അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല. അത്താഴം ആ ഒരു സുബി പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമവും. അതാണ് നമുക്ക് കൂടുതൽ ആ ഒരു ഡേ മുഴുവൻ എനർജി ആയിട്ട് നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നത്. നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് കാണാം എല്ലാ സ്ഥലങ്ങളും ഒരുപാട് പലഹാരങ്ങൾ നിറച്ച് വെച്ചിട്ടുണ്ടാവും. നമ്മളെല്ലാം ആ സമയത്ത് ആ ഒരു വിശന്നിരിക്കുന്ന സമയത്ത് അത് കഴിക്കാൻ നമുക്കൊക്കെ വല്ലാത്തൊരു ആർത്തിയും കാണാറുണ്ട്. പക്ഷേ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാൻ നമ്മൾ നോക്കണം. എന്നാൽ നമുക്ക് ഓൾറെഡി ഇല്ല, പല ആളുകളിലും ഷുഗർ, പ്രഷർ, അതുപോലെ കൊളസ്ട്രോൾ, ഒബിസിറ്റി,